ഏവർക്കും കഥാലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന കഥ ഒരു കുറുക്കൻ്റെയും ഒരു പൂവൻകോഴിയുടെയും കഥയാണ് കേട്ടോ. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ തൊട്ടടുത്ത ഗ്രാമത്തിലെത്തി. കുറുക്കൻ നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീടിൻ്റെ മുറ്റത്ത് ഒരു പൂവൻകോഴി നിന്ന് നെൽമണികൾ കൊത്തി തിന്നുന്നത് കണ്ടു. കുറുക്കൻ പതുക്കെ ഈ പൂവൻകോഴിയുടെ അടുത്ത് ചെന്നു. കുറുക്കനെ കണ്ട കോഴിക്ക് പേടിയായി. ഉടനെ കുറുക്കൻ പറഞ്ഞു, വേണ്ട വേണ്ട, പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നോടൊന്ന് കൂട്ടുകൂടാൻ വേണ്ടി വന്നതാ, നിന്നോടൊന്ന് അല്പം സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു, അതിന് വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് കുറുക്കൻ പറഞ്ഞു, ഓ എന്ത് ഭംഗിയാ നിന്റെ ചിറകുകൾ കാണാൻ, എത്ര വർണ്ണങ്ങളാണ് നിന്റെ ചിറകുകൾക്ക്, ഓ നിന്റെ അങ്കവാലിൻ്റെ ഒരു ഭംഗിയേ, നിന്റെ ആ തലയെടുപ്പും തലയിലുള്ള ആ പൂവും ഒക്കെ എന്തൊരു രസമാ. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ പൂവൻകോഴിക്ക് ഭയങ്കര അഭിമാനമായി. പൂവൻകോഴി ഉടനെ കൊള്ളാം എന്നൊരു ഭാവം പൂവൻകോഴിക്കുണ്ടായി. അപ്പോഴേക്കും വീണ്ടും കുറുക്കൻ പറയുകയാണ്, പക്ഷേ നിൻ്റെ അച്ഛനെയൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാം, പക്ഷേ നിൻ്റെ അച്ഛൻ്റെ അത്രയും നിൻ്റെ സ്വരത്തിന്, അച്ഛൻ്റെ സ്വരത്തിൻ്റെ അത്രയും നിൻ്റെ സ്വരത്തിന് ഗാംഭീര്യം ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് നമ്മുടെ കുറുക്കൻ പൂവൻകോഴിയോട് പറഞ്ഞു. ഉടനെ പൂവൻകോഴി പറഞ്ഞു, അതിന് നീ എൻ്റെ സ്വരം കേട്ടിട്ടുണ്ടോ? കുറുക്കൻ പറഞ്ഞു, ആ പിന്നെ കേട്ടിട്ടുണ്ട്, എന്നാൽ നീ ഒന്ന് നോക്ക്, എൻ്റെ സ്വരം എങ്ങനെയുണ്ടെന്ന് നോക്ക്. പൂവൻകോഴി ഉടനെ കണ്ണൊക്കെ ഒന്ന് അടച്ച് ഇങ്ങനെ വെക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒറ്റ ചാട്ടത്തിന് നമ്മുടെ കുറുക്കച്ചൻ അവൻ്റെ പൂവൻകോഴിയുടെ കഴുത്തിലേക്ക് അങ്ങ് ചാടി പിടിച്ചു. ഈ പൂവൻകോഴിയും കൊണ്ട് കുറുക്കനെ അങ്ങ് ഓടുക. ഓടുന്ന ശബ്ദവും ഈ പൂവൻകോഴിയുടെ പിടച്ചിലും ഒക്കെ കൂടെ കേട്ടപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന നായ്ക്കളെല്ലാം ബഹളം വെച്ച് കുറുക്കൻ്റെ പിന്നാലെ കുറുക്കനെ പിടിക്കാൻ ഓടാൻ തുടങ്ങി. ഉടനെ പൂവൻകോഴി പറഞ്ഞു, ഞാൻ ഈ ഗ്രാമത്തിലുള്ള കോഴിയല്ല എന്ന് നീ പുറകെ വരുന്ന നായ്ക്കളോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, അവർ തിരിച്ചു പൊയ്ക്കോളും. ഇത് കേട്ടതേ കുറുക്കനും പേടിയാണല്ലോ, പുറകെ വരുന്ന പട്ടി പിടിക്കുമെന്നുള്ള പേടിയില്ലേ. കുറുക്കൻ പെട്ടെന്ന് അവരോട് പറയാൻ വാ തുറന്നതും നമ്മുടെ പൂവൻകോഴി ചാടി അടുത്ത മരക്കൊമ്പിലേക്ക് ചാടി കയറിയിരുന്നു. അപ്പോഴേക്കും അവിടെ ഇരുന്ന് പൂവൻകോഴി പറയുകയാണ്, കണ്ണ് തുറന്നിരിക്കേണ്ട സമയത്ത് കണ്ണടച്ചിരുന്നാൽ ആപത്താണേ. ഉടനെ കുറുക്കൻ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുക, വായ അടച്ച് പിടിക്കേണ്ട സമയത്ത് വാ തുറന്ന് പിടിച്ചാൽ അതും ആപത്താണേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കണ്ണ് തുറന്നിരിക്കേണ്ട സമയത്ത് കണ്ണ് തുറന്നിരിക്കുകയും വായ അടച്ചിരിക്കേണ്ട സമയത്ത് നമ്മളൊക്കെ വായ അടച്ചിരിക്കുകയും ചെയ്യണം. അനാവശ്യമായ വാഗ്വാദങ്ങളും അനാവശ്യമായ സംഭാഷണങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ നമ്മൾ ഒഴിവായി നിൽക്കുക. മറ്റുള്ളവരുടെ മുഖസ്തുതിയിൽ പെട്ടെന്ന് വീണു പോകുവാൻ പാടില്ല. മുഖസ്തുതി പറഞ്ഞതല്ലേ നമ്മുടെ കേട്ടതാണ് നമ്മുടെ ആർക്ക് പറ്റിയത്? പൂവൻകോഴിക്ക് പറ്റിയത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.